ഗസയിൽ കൂട്ടക്കുരുതിയും വംശഹത്യയും തുടരുന്ന ഇസ്രായേലിന് തിരിച്ചടിയാകുന്ന സുപ്രധാനമായൊരു വാർത്തയാണ് യൂറോപ്പിൽ നിന്ന് വരുന്നത്. ഇസ്രായേലുമായുള്ള വ്യാപാര കരാറിൽ നിന്ന് യൂറോപ്യൻ യൂണിയൻ പിൻവാങ്ങിയേക്കുമെന്നതാണ് പുതിയ റിപ്പോർട്ട്. വ്യാപാര കരാർ റദ്ദാക്കുന്നത് ആലോചിക്കാനായി ഈ മാസം അവസാനത്തിൽ EU അംഗരാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ചേരുമെന്നാണ് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഗസ യുദ്ധം ചൂണ്ടിക്കാട്ടിയാണ് പുതിയ നീക്കമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഗസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ ഇസ്രായേൽ നിരന്തരമായി തടയുന്നത് കാരണം മുൻപിൽ യുദ്ധകാലത്ത് പ്രവർത്തിച്ച പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തനം നിർത്തിവെച്ചിരുന്നു. അമേരിക്ക ആസ്ഥാനമായുള്ള സന്നദ്ധ സംഘമായ വേൾഡ് സെൻട്രൽ കിച്ചൺ ആയിരുന്നു ഈ സൗജന്യ ഭക്ഷണ കേന്ദ്രം നടത്തിയിരുന്നത്. ദിവസം 1,33,000 ഭക്ഷണ പൊതികൾ കേന്ദ്രത്തിലൂടെ വിതരണം ചെയ്തിരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ കടുത്ത ഉപരോധം കാരണം ഭക്ഷണ സാധനങ്ങളൊന്നും ഗസയിലേക്ക് എത്തുന്നില്ല. ഇതുമൂലം കിച്ചൺ അടച്ചിടേണ്ടി വന്നിരിക്കുകയാണെന്നാണ് സന്നദ്ധ സംഘം അറിയിച്ചത്. അതിനിടെ ഗസയിൽ ആക്രമണം കൂടുതൽ കടുപ്പിക്കാനാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ നീക്കം. 1.5 വർഷത്തിനിടെ ഗസ സമ്പൂർണ്ണമായി തകർക്കുമെന്നാണ് ഇസ്രായേൽ ധനമന്ത്രിയും തീവ്ര വലതുപക്ഷ നേതാവുമായ ബെലസേൽ സ്മോട്രിച്ച് വ്യക്തമാക്കിയത്. മേഖലയിലുള്ള ജനങ്ങളെ മുഴുവൻ ഒരു ഇടുങ്ങിയ ഭൂപ്രദേശത്തേക്ക് മാറ്റാനാണ് നീക്കം. ഹമാസിന്റെ പ്രവർത്തനം സമ്പൂർണ്ണമായി നിഷ്ക്രിയമാകുന്ന അവസ്ഥ വരുമെന്നും സ്മോട്രിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധം തടയാനോ അവസാനിപ്പിക്കാനോ കഴിഞ്ഞില്ലെന്ന നിരാശ അംഗരാജ്യങ്ങൾക്കിടയിൽ ശക്തമാണെന്നാണ് കാജ കല്ലാസ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പോളണ്ടിൽ EU വിദേശകാര്യ മന്ത്രിമാരുടെ ഒരു അനൌദ്യോഗിക യോഗം ചേർന്നിരുന്നു. ഇതിനുശേഷമാണ് കല്ലാസ് നിലപാട് വ്യക്തമാക്കിയത്. 2 പതിറ്റാണ്ടായി ഉറ്റ വ്യാപാര പങ്കാളികളാണ് യൂറോപ്യൻ യൂണിയനും ഇസ്രായേലും. 2000-ൽ EUവിന്റെ അസോസിയേഷൻ ഉടമ്പടി പ്രകാരമാണ് ഇരു കക്ഷികളും തമ്മിലുള്ള വ്യാപാര കരാർ നിലവിൽ വന്നത്. എന്നാൽ മനുഷ്യാവകാശങ്ങളും ജനാധിപത്യ തത്വങ്ങളും മാനിച്ച് മാത്രമേ പരസ്പരം ബന്ധം പാടുള്ളൂവെന്ന് അസോസിയേഷൻ ഉടമ്പടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണിപ്പോൾ ഗസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ EU മന്ത്രിമാർ ചൂണ്ടിക്കാട്ടുന്നത്. ഗസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നതോടെ കരാർ ലംഘിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അതിനാൽ വ്യാപാര ബന്ധം തുടരാനാകില്ലെന്നുമാണ് ഇവർ പറയുന്നത്. നെതർലൻഡ്സ് ആണ് ഇസ്രായേലുമായുള്ള വ്യാപാര കരാറിൽ നിന്ന് പിന്മാറാൻ തീരുമാനം കൈക്കൊള്ളുന്ന ആദ്യ EU രാജ്യങ്ങളിലൊന്ന്. യുദ്ധം കടുപ്പിക്കാനും മാനുഷിക സഹായങ്ങൾ നിരന്തരമായി തടയാനുമുള്ള ഇസ്രായേൽ തീരുമാനത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തേണ്ട സമയമാണിതെന്നാണ് ഡച്ച് വിദേശകാര്യമന്ത്രി കാസ്പർ വെൽക്യാമ്പ് പറഞ്ഞത്. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇതേ വികാരം തന്നെയാണുള്ളതെന്നും അദ്ദേഹം പറയുന്നു. മാനവിക പരീക്ഷയിൽ ലോകം സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണെന്നാണ് ഗസ ആക്രമണം സൂചിപ്പിച്ച സ്ലോവേനിയൻ വിദേശകാര്യമന്ത്രി തഞ്ച ഫാജോൺ പറഞ്ഞത്. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ വ്യക്തമായ ലംഘനമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ഗൗരവത്തോടെ നമ്മൾ ഇടപെടേണ്ടതുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. ഗസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനെതിരെ യൂറോപ്പിന്റെ ശബ്ദം ഏറ്റവും ശക്തമായി ഉയരേണ്ട സമയമാണിതെന്നാണ് സ്പാനിഷ് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബാരസിന്റെ പ്രതികരണം. ഗസയിൽ നിന്ന് ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും വ്യക്തമാക്കി അദ്ദേഹം. ഗസയിൽ ഇപ്പോൾ നടക്കുന്ന ആക്രമണത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം എതിർപ്പുണ്ടെങ്കിലും ഇസ്രായേലിനോടുള്ള പ്രതികരണം ഏത് രീതിയിലാകണമെന്ന കാര്യത്തിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നുണ്ടെന്നാണ് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓസ്ട്രിയയും ജർമ്മനിയും ഹംഗറിയും എല്ലാം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളാണ്. അതേസമയം അയർലൻഡും സ്പെയിനും സ്ലോവേനിയയും ഫലസ്തീന് ഉറച്ച പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ മെയ് 20-ന് നടക്കുന്ന യോഗത്തിലെ അന്തിമ തീരുമാനം എന്താകുമെന്ന് ഇപ്പോൾ പ്രവചിക്കാനാകില്ല.